ഇതുവരെയുള്ള എല്ലാ വോളിയങ്ങളും എല്ലാവരും നല്ലപോലെ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മെഡിക്കൽ സേവനം ആവശ്യമായിട്ടുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ടാകാം. നമുക്ക് പത്രങ്ങളിലൂടെ അറിവുണ്ടാകാം, അല്ലെങ്കിൽ ചിലർക്ക് നേരിട്ട് അനുഭവമെങ്കിലും ഉണ്ടായിരിക്കാം. എന്തു തന്നെയായാലും ഈ ഘട്ടങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അറിവാണ് പ്രഥമ ശുശ്രൂഷയിലുള്ള അറിവ്, അഥവാ ഫസ്റ്റ് എയ്ഡിലുള്ള അറിവ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് എയ്ഡ് എന്താണെന്നും ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നും ഒരു ഫസ്റ്റ് എയ്ഡിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നും നോക്കാം. അതുകൂടാതെ ഫീവർ, സൺസ്ട്രോക്ക്, ബാക്ക് പെയിൻ, ആസ്മ, ബ്ലീഡിംഗ്, ബേൺസ്, ഫുഡ് ബോൺ ഇൽനസ് എന്നിവ വരുമ്പോൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്നും വിശദമായി നമുക്ക് പരിശോധിക്കാം. First aid. First aid is an emergency treatment administered to an injured or sick person before professional medical care is available. ഹോസ്പിറ്റലിൽ എത്തിച്ച് വൈദ്യസഹായം നൽകുന്നതിന് മുമ്പേ മുറിവേറ്റതോ സിക്കായിട്ടുള്ള ആൾക്കാർക്കോ നൽകുന്ന അടിയന്തര ചികിത്സയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അടുത്ത ഫസ്റ്റ് എയ്ഡിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിനുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു പ്രിസർവ് ലൈഫ്, അതായത് രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി. സെക്കൻഡ് വൺ, ടു പ്രിവെൻറ്റ് ഡിറ്റീരിയറേഷൻ ഓഫ് ഫർദർ ഇഞ്ചുറീസ്, രോഗിയുടെ പരുക്ക് വീണ്ടും ഗുരുതരമാകാതിരിക്കുന്നതിന് വേണ്ടി. തേർഡ് വൺ, ടു പ്രൊമോട്ട് റിക്കവറി, എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി. ഫോർത്ത് വൺ, ടു അറേഞ്ച് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ടു ഹോസ്പിറ്റൽ, എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും നാല് എണ്ണമാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡിൻ്റെ പർപ്പസസ് എന്ന് പറയുക. നെക്സ്റ്റ് അബൌട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആക്ട് കാംലി ആൻഡ് ലോജിക്കലി, അതായത് ഒരു ഫസ്റ്റ് എയ്ഡർ അറിഞ്ഞിരിക്കേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ. ഫസ്റ്റ് വൺ, ആക്ട് കാംലി ആൻഡ് ലോജിക്കലി, അതായത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന വേളയിൽ ടെൻഷൻ ഇല്ലാതെ വളരെ ശാന്തമായും ബുദ്ധിപരമായും പ്രവർത്തിക്കേണ്ടതാണ്. സെക്കൻഡ് പോയിന്റ്, ബി ഇൻ കൺട്രോൾ വിത്ത് ദ സിറ്റുവേഷൻ, അതായത് അപകട സാഹചര്യം നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ്. തേർഡ് വൺ, ബി ജെന്റിൽ ബട്ട് ഫേം, അതായത് വളരെ സൗമ്യമായും പതറാത്ത മനസ്സുമായി പ്രവർത്തിക്കുക. ബിൽഡ് അപ്പ് ട്രസ്റ്റ്, രോഗികളിലും അവരുടെ ബന്ധുക്കളിലും നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുക. ഫിഫ്ത്ത് വൺ, അവോയ്ഡ് മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ, തെറ്റായ വിവരങ്ങൾ അവരെ ഒരു കാരണവശാലും ധരിപ്പിക്കരുത്. സിക്സ്ത് വൺ, നെവർ ലീവ് ദ കാഷ്വാലിറ്റി എലോൺ, രോഗിയെ തനിച്ചാക്കിയിട്ട് പോകരുത്. സെവൻത് വൺ, റീഅഷ്യൂർ ദ കാഷ്വാലിറ്റി, രോഗിയെ ആശ്വസിപ്പിക്കുക. എയ്ത്ത് വൺ, ഡു നോട്ട് സെപ്പറേറ്റ് ദ ചൈൽഡ് ഫ്രം പാരൻസ്, രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് കുട്ടിയെ സെപ്പറേറ്റ് ചെയ്യിക്കരുത്. നയൻത്ത് വൺ, കാഷ്വാലിറ്റി ഷുഡ് ബി സെൻറ്റ് ടു ഹോസ്പിറ്റൽ ബൈ ക്വിക്കസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഫോം പോലീസ് അബൌട്ട് സീരിയസ് ഇൻസിഡൻസ്, അതായത് എത്രയും പെട്ടെന്ന് പരിക്കേറ്റയാളെ ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും സീരിയസ് ആക്സിഡൻസ് ഒക്കെ ആണെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുകയും വേണം. ദെൻ 10th വൺ, ഇൻഫോം ദ റിലേറ്റീവ്സ്, രോഗിയുടെ ബന്ധുക്കളെ അറിയിക്കാൻ സാധിക്കുമെങ്കിൽ അറിയിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഗോൾഡൻ റൂൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, അതായത് ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡു ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ക്വിക്ക്ലി, ക്വയറ്റ്ലി ആൻഡ് വിത്തൗട്ട് പാനിക്, ആദ്യം മുൻഗണന കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം വേഗത്തിൽ ടെൻഷൻ ഇല്ലാതെ ചെയ്യുക. സെക്കൻഡ് വൺ, ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇഫ് ബ്രീത്തിങ് ഹാസ് സ്റ്റോപ്ഡ്, അതായത് ശ്വാസം നിലയ്ക്കുകയാണെങ്കിൽ കൃത്രിമ ശ്വാസം എത്രയും പെട്ടെന്ന് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മൗത്ത് ടു മൗത്ത് ആകാം, മൗത്ത് ടു നോസ് റെസ്പിറേഷൻ ആകാം. ദെൻ തേർഡ് വൺ, സ്റ്റോപ്പ് എനി ബ്ലീഡിങ്, രോഗിക്ക് നല്ല രീതിയിൽ രക്തസ്രാവം ഉണ്ടെങ്കിൽ ആദ്യം രക്തസ്രാവം നിർത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് ബാൻഡേജ് ഉപയോഗിച്ചോ ക്ലീൻ ക്ലോത്ത് ഉപയോഗിച്ചോ ഡയറക്റ്റ് പ്രഷർ കൊടുത്ത് ബ്ലീഡിങ് നിർത്തേണ്ടതാണ്. ഫോർത്ത് വൺ, ഹാൻഡിൽ ദ പേഷ്യൻറ്റ് ജെന്റ്ലി, രോഗിയെ മൃദുവായിട്ട് പരിചരിക്കുക. ഫിഫ്ത്ത് വൺ, ഡു ദ മിനിമം ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു സേവ് ലൈഫ് ആൻഡ് പ്രിവെൻറ്റ് ദ കണ്ടീഷൻ ഫ്രം വേഴ്സണിങ്, അതായത് ജീവൻ രക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങൾ മാത്രം രോഗിക്ക് തൽക്കാലം ചെയ്യുക, കൂടുതൽ ചെയ്ത് സങ്കീർണമാക്കരുത്. സിക്സ്ത് വൺ, റീഅഷ്യൂർ ദ കാഷ്വാലിറ്റി, രോഗിയെ ആശ്വസിപ്പിക്കുക. സെവൻത് വൺ, ഡു നോട്ട് അലോ ദ പീപ്പിൾ ടു ക്രൗഡ് അറൗണ്ട്, അതായത് ആളുകൾ രോഗിക്ക് കൂട്ടം കൂടി നിൽക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. എയ്ത്ത് വൺ, ഡു നോട്ട് റിമൂവ് ക്ലോത്ത്സ് അൺനെസസറിലി, രോഗിയുടെ വസ്ത്രങ്ങൾ അനാവശ്യമായി മാറ്റാൻ ശ്രമിക്കരുത്.
9th one, shift the casualty to hospital as early as possible. എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. ക്വാളിറ്റീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡർ. ഒരു ഫസ്റ്റ് എയ്ഡറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഒബ്സർവൻറ്റ്, നിരീക്ഷണശാലിയായിരിക്കുക. അതായത് ഒരു കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡർ പരിസരം മുഴുവൻ നിരീക്ഷിക്കുന്ന ഒരാളായിരിക്കണം. എന്തൊക്കെയാണ് രോഗിക്ക് ഏറ്റവും പ്രാഥമികമായി പ്രയോറിറ്റൈസ് ചെയ്ത് വേണ്ടത് എന്ന് നിരീക്ഷിച്ച് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. പ്രോംപ്റ്റ് ആൻഡ് ക്വിക്ക്, ഊർജ്ജസ്വലതയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുമുള്ള ആളായിരിക്കണം. തേർഡ് വൺ, റിസോഴ്സ്ഫുൾ, എല്ലാ തരത്തിലുമുള്ള നോളജുള്ള വ്യക്തിയായിരിക്കണം. നെക്സ്റ്റ്, ഇൻ്റലിജൻറ്റ് ആൻഡ് ഡിസിസീവ്, ബുദ്ധിയും തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളുമായിരിക്കണം. സ്കിൽഫുൾ ആൻഡ് ടാക്റ്റ്ഫുൾ, പ്രാക്ടിക്കൽ സ്കിൽസും നയത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുമുള്ള ആളായിരിക്കണം. എഫിഷ്യൻറ്റ്, കാര്യപ്രാപ്തിയുള്ള ആളായിരിക്കണം. നെക്സ്റ്റ്, കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസം ഉണ്ടാവണം. എക്സ്പ്ലിസിറ്റ്, വ്യക്തമായ നിർദ്ദേശങ്ങൾ രോഗിക്കും കൂടെയുള്ളവർക്കും നൽകാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ഇത്രയാണ് ഒരു ഫസ്റ്റ് എയ്ഡറിന് വേണ്ട ക്വാളിറ്റീസ്. നെക്സ്റ്റ് അബൌട്ട് ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് എയ്ഡ് ബുക്ക്, സ്റ്റെറൈൽ അഡ്ഹീസീവ് ബാൻഡേജസ്, അബ്സോർബൻറ്റ് ഗോസ്, അഡ്ഹീസീവ് ടേപ്പ്, ട്രയാങ്കുലർ ആൻഡ് റോളർ ബാൻഡേജസ്, കോട്ടൺ, ബാൻഡേഡ്സ്, സിസേഴ്സ്, പെൻ ടോർച്ച്, ദെൻ ഗ്ലൗസ്, ട്വീസേഴ്സ്. ടീസേഴ്സ് ഇൻസെക്റ്റ് ഒക്കെ ബൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിങ് ഒക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനാണ്. ദെൻ നീഡിൽ, ക്ലീൻ ഡ്രൈ ക്ലോത്ത് പീസസ്, സാവ്ലോൺ ഓർ ഡെറ്റോൾ, തെർമോമീറ്റർ, ലൂബ്രിക്കൻസ്, സേഫ്റ്റി പിൻസ്, ക്ലെൻസിങ് ഏജൻറ്റ് ഓർ സോപ്പ്. ദെൻ ഡ്രഗ്സ് സച്ച് ആസ് പാരസെറ്റമോൾ, ആൻറ്റി ഡയറിയൽസ്. ആൻറ്റി ഡയറിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്നുകളാണ്, വയറ്റിളക്കം കുറയ്ക്കാനുള്ള മരുന്നുകൾ. ആൻറ്റാസിഡ്, ഗ്യാസിൻ്റെ അല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിനുള്ള മെഡിസിൻസ്. ആൻറ്റി ഹിസ്റ്റമിൻസ്, അലർജിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിനുള്ള മെഡിസിൻസ്. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് അബൌട്ട് ദ ഫസ്റ്റ് എയ്ഡ് ഓഫ് ഫീവർ. പനി വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണെന്ന് നോക്കാം. Fever is defined as rise in body temperature above 99 degree Fahrenheit or 37 degree Celsius. 99 degree Fahrenheit or 37 degree Celsiusനോ മുകളിൽ നമ്മുടെ ശരീരോഷ്മാവ് ഉയരുന്നതിനെയാണ് പനി എന്ന് പറയുക. ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൂം ഷുഡ് ബി വെൽ വെന്റിലേറ്റഡ്. രോഗി കിടക്കുന്ന മുറി നല്ല വായു സഞ്ചാരമുള്ളതായിരിക്കുക. ഇഫ് ദർ ഈസ് സ്റ്റിൽ ഗീവ് എക്സസ് ബ്ലാങ്കറ്റ്സ് ടു കവർ ദ പേഷ്യൻറ്റ്. രോഗിക്ക് വിറയലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പിളി നൽകാവുന്നതാണ്. തേർഡ് വൺ, പ്രൊവൈഡ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, അതായത് ജോലിയൊന്നും ചെയ്യാൻ അനുവദിക്കാതെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നൽകുക. ഫോർത്ത് വൺ, പ്രൊവൈഡ് ടെപ്പിഡ് സ്പഞ്ച് ടു റെഡ്യൂസ് ഫീവർ. പനി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ടെപ്പിഡ് സ്പഞ്ച് നൽകാം. ടെപ്പിഡ് സ്പഞ്ച് വെച്ചാൽ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലപോലെ ദേഹം മുഴുവൻ തുടച്ചു കൊടുക്കുക. സാധാരണ വെള്ളം മതി, തണുത്ത വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് കൂടാണ്ട് നമുക്ക് തുണി നനച്ച് നെറ്റിയിൽ, ആക്സില, കൈയുടെ പാം ഏരിയ, ഈ ഏരിയകളിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ചൂട് തുണിയിൽ ചൂട് കൂടുന്നതനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി വീണ്ടും വീണ്ടും വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഏരിയയിൽ വെക്കാം. ഇതിനെയാണ് ടെപ്പിഡ് സ്പഞ്ച് എന്ന് പറയാം. ദെൻ ഫിഫ്ത്ത് വൺ, എൻകറേജ് ടു വെയർ കോട്ടൺ ക്ലോത്ത്സ്, അതായത് പനി ഉണ്ടാകുന്ന സമയത്ത് കോട്ടൺ ക്ലോത്ത്സ് ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ദെൻ സിക്സ്ത് വൺ, പ്രൊവൈഡ് ഹൈ കാലറി ഈസിലി ഡൈജസ്റ്റബിൾ ഡയറ്റ്. ഹൈ കാലറിയും എളുപ്പം ദഹിക്കാവുന്നതായിട്ടുള്ള ഭക്ഷണം വേണം കൊടുക്കാനായിട്ട്. വറുത്തതും പൊരിച്ചതും ഒക്കെ അവോയ്ഡ് ചെയ്യുക. കഞ്ഞി പോലുള്ള ആഹാരം കൂടുതൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ഗീവ് പ്ലെൻറ്റി ഓഫ് ഓറൽ ഫ്ലൂയിഡ്സ്, ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുക. ദെൻ നെവർ ലീവ് ദ ക്ലയൻറ്റ് എലോൺ, പനിയുള്ള സമയത്ത് രോഗിയെ ഒറ്റയ്ക്ക് മുറിയിൽ ആക്കിയിട്ട് പോകരുത്. പ്രൊവൈഡ് ഓറൽ ഹൈജീൻ ടു കീപ് ദ മ്യൂക്കസ് മെംബ്രെയിൻ മോയിസ്റ്റ്, വായ്ക്കകം നനവ് വരുന്നതിന് വേണ്ടിയിട്ട് വായുടെ ശുചിത്വം ഇമ്പോർട്ടൻ്റ് ആണ്. ചെക്ക് വൈറ്റൽ സൈൻസ് ഫ്രീക്വൻ്റ്ലി, അതായത് 1 മണിക്കൂർ ഇടവിട്ട് നമ്മൾ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യേണ്ടതാണ്. വൈറ്റൽ സൈൻസ് എന്തൊക്കെയാണെന്ന് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷനാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഫസ്റ്റ് എയ്ഡ് ഓഫ് ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് ഒന്ന് സൂര്യാഘാതം ഏൽക്കുമ്പോൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. So heat stroke or sunstroke is defined as rise in body temperature above 104 degree Fahrenheit or above 40 degree Celsius due to environmental heat exposure.
അതർ സിംറ്റംസ് ആർ കൺഫ്യൂഷൻ, റെഡ് സ്കിൻ, ഹെഡ് ഏക്ക് ആൻഡ് ഡിസിനസ്. സൂര്യാഘാതം എന്താണെന്ന് ആദ്യം പറയാം. അതായത് നമ്മുടെ ശരീരോഷ്മാവ് സൂര്യാഘാതമേറ്റ് അല്ലെങ്കിൽ സൂര്യരശ്മിയുടെ ചൂടേറ്റ് 104 ഡിഗ്രി ഫാരൻഹീറ്റിന് എബോവോ അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിന് എബോവോ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ സൂര്യാഘാതം എന്ന് പറയും. അപ്പോൾ ഈ സൂര്യാഘാതം ഏൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ രോഗി കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകും. സ്ഥലകാല ബോധമില്ലായ്മ, അതായത് ബോധക്ഷയം ഉണ്ടാകാം. റെഡ് സ്കിൻ, ദേഹം മുഴുവനും ചുവപ്പ് നിറം ഉണ്ടാവുന്നു ആ ചൂടേറ്റ ഭാഗത്ത്. ദെൻ ഹെഡ് ഏക്ക്, അതിശക്തമായ തലവേദന, തലകറക്കം, ഡിസിനസ് മീൻസ് തലകറക്കം എന്നിവ ഉണ്ടാവുന്നു. നമുക്കിതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഷിഫ്റ്റ് ദ പേഷ്യൻറ്റ് സേഫ്ലി ടു ഡ്രൈ ഓർ ഷെയ്ഡി പ്ലേസസ്. എത്രയും പെട്ടെന്ന് രോഗിയെ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെയ്ഡി ആയിട്ടുള്ള തണലുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റുക. സെക്കൻഡ് വൺ, ലൂസൺ ദ ടൈറ്റ് ക്ലോത്ത്സിങ്സ്, അതായത് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ലൂസാക്കുക. തേർഡ് വൺ, റേസ് ദ ഹെഡ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി, തലഭാഗം പൊക്കി വെക്കേണ്ടതാണ്. ദെൻ ഫോർത്ത് വൺ, സ്പ്രിങ്കിൾ കൂൾ വാട്ടർ ഓൺ ഹിസ് ബോഡി ഓർ റാപ്പ് ഹിം ഇൻ വെറ്റ് ഷീറ്റ്, തണുത്ത വെള്ളം ദേഹത്തൊഴിക്കുകയോ അല്ലെങ്കിൽ നനഞ്ഞ ഷീറ്റ് കൊണ്ട് പുതയ്ക്കുകയോ ചെയ്യുക. ഫിഫ്ത്ത് വൺ, place ice packs or cool wet towels on neck, armpits and groin. കഴുത്ത്, കക്ഷം, ഇടുപ്പിൻ്റെ ഭാഗം എന്നീ ഭാഗങ്ങളിൽ ഐസ് പാക്സ് വെക്കുകയോ നനഞ്ഞ ടവൽ വയ്ക്കുകയോ ചെയ്യാം. ദെൻ ഇത് ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ദെൻ സിക്സ്ത് വൺ, വെൻ ദ ടെമ്പറേച്ചർ ഫാൾസ് ടു 102 ഡിഗ്രി ഫാരൻഹീറ്റ്, റാപ്പ് ഹിം ഇൻ ഡ്രൈ ഷീറ്റ് ആൻഡ് കീപ് ഫാനിങ് ഹിം. അങ്ങനെ ടെമ്പറേച്ചർ 102 ഡിഗ്രിയിൽ താഴുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴുമ്പോൾ രോഗിയെ നമുക്ക് നനഞ്ഞ ഒരു ഡ്രൈ ഷീറ്റ് കൊണ്ട് പുതച്ച് ഫാനിനടിയിൽ ഇരുത്താവുന്നതാണ്. സെവൻത് വൺ, ഇഫ് പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് അലോ വാട്ടർ ഫോർ ഡ്രിങ്കിങ്, രോഗിക്ക് ബോധമുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ കൊടുക്കാവുന്നതാണ്. എയ്ത്ത് വൺ, ഷിഫ്റ്റ് ഹോസ്പിറ്റൽ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ഓഫ് ബാക്ക് പെയിൻ, അതായത് നടുവേദന വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നടുവേദന വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഭാരപ്പെട്ട ജോലികൾ ചെയ്യുന്നവരിലും ശരിയായി ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാത്തവരിലും പിന്നെ ഡിസ്കിന് തേയ്മാനമോ തള്ളലോ ഉണ്ടാവുന്നവരിലൊക്കെയാണ് സാധാരണ നടുവേദന ഉണ്ടാകുന്നത്. ഈ നടുവേദന ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റോപ്പ് നോർമൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്. ദിസ് ഹെൽപ്സ് ടു റെഡ്യൂസ് സ്വെല്ലിംഗ് ഇൻ ദ ഏരിയ ഓഫ് പെയിൻ. അതായത് സാധാരണ ചെയ്യുന്ന ജോലികൾ കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കുക, ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക. ഇത് നീരുവീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും. സെക്കൻഡ് പോയിന്റ്, അപ്ലൈ ഹീറ്റ് ഓർ ഐസ് ടു പെയിൻഫുൾ ഏരിയ. യൂസ് ഐസ് ഫോർ ഫസ്റ്റ് 48 to 72 hours, ദെൻ യൂസ് ഹീറ്റ്. അതായത് വേദനയുള്ള ഭാഗത്ത് ചൂട് പിടിക്കുകയോ ഐസ് വെക്കുകയോ ചെയ്യാം. ആദ്യത്തെ 48 to 72 മണിക്കൂറുകളിൽ ഐസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ചൂട് ഉപയോഗിക്കാം. കാരണം ഐസ് ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്ത് രക്തയോട്ടം കുറഞ്ഞ് നീരുണ്ടെങ്കിൽ നീര് വറ്റാൻ സഹായിക്കുന്നു. അതിനുശേഷം അല്ലെങ്കിൽ നീര് കുറയ്ക്കാൻ സഹായിക്കുന്നു. നീര് കുറഞ്ഞ ശേഷമാണ് നമ്മൾ ഹീറ്റ് ഉപയോഗിക്കേണ്ടത്. Then third point, while sleeping on your back, place a pillow or rolled towel under the knees to relieve pressure. If sleep in a curled up position, place pillow between the legs. അതായത് ഉറങ്ങുമ്പോൾ കാൽമുട്ടിനടിയിൽ ഒരു ചെറിയ പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നട്ടെല്ലിനു മേലുള്ള സ്ട്രെസ്സ് കുറയുകയും സ്പൈനിൻ്റെ നോർമൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ചരിഞ്ഞു കിടക്കുകയാണെങ്കിൽ രണ്ട് കാലുകൾക്കിടയിൽ ചെറിയ പില്ലോ വയ്ക്കാവുന്നതാണ്. Then, do not do heavy lifting or twisting the back for the first 6 weeks after the pain begins. ഭാരമുള്ള വസ്തുക്കൾ എടുത്തു പൊക്കുകയോ പെട്ടെന്ന് തിരിയുകയോ ചെയ്യരുത്. ഇത് ആദ്യത്തെ 6 ആഴ്ചകളിൽ ഇത് വളരെ കർശനമായിട്ട് പാലിക്കേണ്ടതാണ്. Then last point, do not exercise in the days right after the pain begins. After 2 to 3 weeks, slowly begin to exercise again. വേദനയുള്ള ആദ്യ ദിവസങ്ങളിൽ കഴിവതും എക്സസൈസ് ഒഴിവാക്കുക. 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പതുക്കെ എക്സസൈസ് പുനരാരംഭിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ബാക്ക് പെയിൻ്റെ ഫസ്റ്റ് എയ്ഡ്. നെക്സ്റ്റ് അബൌട്ട് ദ ഫസ്റ്റ് എയ്ഡ് ഓഫ് ആസ്മ. ആസ്മ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിവ് എന്ന് പറയും, അതുണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം.
Asthma is a chronic lung disease that inflames and narrows the airways and produces excess mucus resulting in respiratory difficulty. അതായത് എയർവേസിൽ ഇൻഫ്ലമേഷൻ വരികയും നാരോ ആവുകയും ചെയ്യും. എയർവേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രക്കിയ, അതിൻ്റെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ട്രക്കിയ, ബ്രോങ്കൈ ഈ ഏരിയകളിൽ അതായത് ചുരുങ്ങുകയും, അതായത് ഈ ട്രക്കിയ ബ്രോങ്കൈ ഭാഗങ്ങൾ ചുരുങ്ങുകയും അതുമൂലം കൂടുതൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഭാഗം ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചുരുങ്ങുകയും ചെയ്യുന്നു. അതുകൂടാണ്ട് കൂടുതൽ എക്സസ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുമൂലം റെസ്പിറേറ്ററി ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നീര് വന്ന് വീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവഴി എയർ പാസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ശ്വാസം പാസ് ചെയ്യുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും തടസ്സമുണ്ടാകുന്നു. അങ്ങനെയാണ് റെസ്പിറേറ്ററി ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെയാണ് ആസ്മ എന്ന് പറയുക. സോ സിംറ്റംസ് ആർ സിവിയർ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, മേ ഹാവ് കഫ് ഓർ വീസ്, കനോട്ട് സ്പീക്ക് എ ഫുൾ സെൻറ്റൻസ് ഇൻ വൺ ബ്രത്ത്. അതായത് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് കഠിനമായ ശ്വാസം മുട്ടൽ, ചുമ, ചുരുങ്ങിയ ശ്വസന നാളുകളിലൂടെ ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന സൗണ്ട്, ഒരു സെൻറ്റൻസ് പോലും മുഴുമിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെയാണ് സാധാരണ ആസ്മയുടെ സിംറ്റംസ് എന്ന് പറയാം. ഇനി നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കഠിനമായ ശ്വാസമുട്ടൽ വരുമ്പോൾ ആസ്മ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, സിറ്റ് ദ പേഴ്സൺ അപ്രൈറ്റ് കംഫർട്ടബിളി ആൻഡ് ലൂസൺ ടൈറ്റ് ക്ലോത്തിങ്. രോഗിയെ കഴിവതും നേരെ ഇരുത്തുകയും ഇറുക്കമുള്ള വസ്ത്രങ്ങൾ ലൂസാക്കുകയും ചെയ്യുക. Second one, if the person has asthma medication inhaler, help them take it. If the person doesn't have inhaler, use from first aid kit. അതായത് ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് വലിക്കാൻ സഹായിക്കുക. അതല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിന്നും നമുക്ക് ഇൻഹേലർ എടുക്കാവുന്നതാണ്. ഇത് കഠിനമായ ശ്വാസമുട്ടൽ, ശ്വാസം തീരെ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഇൻഹേലർ പേഷ്യൻറ്റിന് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് തേർഡ് വൺ, റിമൂവ്. എങ്ങനെയാണ് ഇനി ഇൻഹേലർ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. തേർഡ് വൺ, റിമൂവ് ദ ഇൻഹേലർ ക്യാപ്പ് ആൻഡ് ഷേക്ക് വെൽ. ഇൻഹേലറിൻ്റെ ക്യാപ്പ് ഊരി മാറ്റിയതിന് ശേഷം നല്ലതുപോലെ കുലുക്കുക. ദെൻ ഫോർത്ത് പോയിന്റ്, ഹാവ് ദ പേഴ്സൺ ബ്രത്ത് ഔട്ട് completely and put his mouth tightly around the inhaler mouthpiece. ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം ഇൻഹേലറിൻ്റെ മൗത്ത് പീസ് ഭാഗം വായിലേക്ക് വെച്ച് ടൈറ്റ് ആക്കുക. അതായത് ഈ പടത്തിൽ കാണിക്കുന്നത് പോലെ വായിലേക്ക് വെച്ച് ടൈറ്റ് ആക്കണം. ദെൻ ഫിഫ്ത്ത് വൺ, പ്രസ് ദ ഇൻഹേലർ ടു ഡെലിവർ എ പഫ്. അതിനുശേഷം ഇൻഹേലർ പ്രസ് ചെയ്ത് ഒരു പഫ് എടുക്കുക. ദെൻ have the person breathe in slowly through the mouth and hold the breath for 10 seconds. വായിലൂടെ പഫ് എടുത്ത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. നെക്സ്റ്റ് പോയിന്റ്, ഗീവ് എ ടോട്ടൽ ഓഫ് 4 puffs വെയിറ്റിംഗ് അബൌട്ട് എ മിനിറ്റ് ബിറ്റ്വീൻ ഈച്ച് പഫ്. അങ്ങനെ 1 മിനിറ്റ് ഇടവേളയിൽ 4 പഫ് വരെ നൽകാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ആഫ്റ്റർ 4 puffs, wait 4 minutes. If he has still breathing difficulty, give another set of 4 puffs. 4 പഫ് നൽകിയതിന് ശേഷം 4 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത പഫ് ആവശ്യമാണെങ്കിൽ നൽകുക. If there is no improvement, shift to hospital immediately. ഒരു ഇമ്പ്രൂവ്മെൻറ്റും കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിക്ക് ശമനമൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഫസ്റ്റ് എയ്ഡ് ഓഫ് ഫുഡ് ബോൺ ഇൽനെസ്. അതായത് ആഹാരത്തിലൂടെ അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? ആഹാരത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ. ഫുഡ് പോയ്സണിങ് ഈസ് കോസ്ഡ് ബൈ ഇംപ്രോപ്പർലി കുക്ക്ഡ് ഫുഡ് ആൻഡ് ത്രൂ ഫുഡ് കണ്ടാമിനേറ്റഡ് ബൈ സാൽമണല്ല ഓർ ഇ കോളൈ വിച്ച് ആർ ഫൗണ്ട് മെയിൻലി ഇൻ മീറ്റ്. ശരിയായ രീതിയിൽ ആഹാരം വേവിക്കാത്തതിലൂടെയും സാൽമണല്ല ഈക്കോളൈ പോലുള്ള ബാക്ടീരിയകളാൽ മലിനമായ മീറ്റ് ഇറച്ചി പോലുള്ള ആഹാരം കഴിക്കുന്നതിലൂടെയുമാണ് ഫുഡ് പോയ്സണിങ് സാധാരണ ഉണ്ടാകുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറിയ, നോസിയ, അബ്ഡോമിനൽ പെയിൻ, ഫീവർ, ടയേർഡ്നെസ് ആൻഡ് ഹെഡേക്ക്. സാധാരണ ഭക്ഷ്യവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ ഡയറിയ എന്ന് പറഞ്ഞാൽ കഠിനമായ വയറ്റിളക്കം ഉണ്ടാകുന്നു, നോസിയ ഓർക്കാനം ഉണ്ടാകുന്നു, അബ്ഡോമിനൽ പെയിൻ വയറുവേദന, ഫീവർ പനി, ടയേർഡ്നെസ് മീൻസ് ക്ഷീണം ആൻഡ് ഹെഡേക്ക് തലവേദന. ഇനി ഈ ഫുഡ് ബോൺ ഇൽനെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. രോഗിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നൽകേണ്ടതാണ്. സെക്കൻഡ് പോയിന്റ്, എൻകറേജ് ടു ടേക്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ധാരാളം വെള്ളം കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. തേർഡ് വൺ, ഈറ്റ് ഓൺലി ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ്. എളുപ്പം ദഹിക്കുന്ന ആഹാരം മാത്രമേ കൊടുക്കാവുള്ളൂ.
വറുത്തത് പൊരിച്ചത് പോലുള്ള മസാലകൾ ചേർന്ന ആഹാരം കഴിവതും ഒഴിവാക്കുക. 4th point, അവോയ്ഡ് ഡയറി പ്രോഡക്ട്സ്, ഫാറ്റി ഓർ സ്പൈസി ഫുഡ്സ് ആൻഡ് കഫീൻ. അതായത് ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പാലുൽപ്പന്നങ്ങൾ, ഫാറ്റി കൊഴുപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ, സ്പൈസി ഫുഡ്സസ് അതായത് ഈ എരിവും പുളിയും മസാലകളും ഒക്കെ അടങ്ങിയ ആഹാരങ്ങൾ, കഫീൻ കാപ്പി ഒക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ദെൻ 5th one, ഗീവ് ORS. ORS മീൻസ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഇൻ കേസ് ഓഫ് സിവിയർ ഡയറിയ. കഠിനമായ ഡയറിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ORS ലൈന് നൽകാവുന്നതാണ്. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുക. ORS is prepared by adding 1 ORS packet to 1 liter of boiled cooled water. It should be used within 24 hours. അതായത് 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഒരു ORS പാക്കറ്റ് ഇട്ട് കലക്കി 24 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇത് കഠിനമായ ഡയറിയ ഉണ്ടെങ്കിൽ വയറ്റിളക്കം ഉള്ളപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ശുശ്രൂഷയാണ്. ദെൻ ഷിഫ്റ്റ് ടു ഹോസ്പിറ്റൽ ഇഫ് പേഷ്യൻ്റ് ഗെറ്റ്സ് വേഴ്സ്. പേഷ്യൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് അബൌട്ട് ദ ഫസ്റ്റ് എയ്ഡ് ഓഫ് കട്ട്സ് ആൻഡ് ബ്ലീഡിങ്. അതായത് മുറിവോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡ് റെസ്റ്റ് ടു അഫക്റ്റഡ് പാർട്ട്. അപ്പം നമ്മൾ ബ്ലീഡിംഗ് ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ മുറിവേറ്റ ഭാഗത്ത് നമ്മൾ റെസ്റ്റ് കൊടുക്കുക, പൂർണ്ണ വിശ്രമം അനുവദിക്കുക. അപ്ലൈ ഡയറക്റ്റ് പ്രഷർ ഓവർ ദ വൂണ്ട് വിത്ത് ക്ലീൻ ക്ലോത്ത് ഓർ ഗോസ് പാഡ്സ് ആൻഡ് ബാൻഡേജസ്. അതായത് മുറിവിൽ ഡയറക്റ്റ് പ്രഷർ, ബ്ലീഡിംഗ് ഉണ്ടാകാതിരിക്കാൻ, നല്ല ബ്ലീഡ് ചെയ്യുന്ന മുറിവാണെങ്കിൽ ആ ബ്ലീഡ് ചെയ്യാതിരിക്കാൻ മുറിവിൻ്റെ മീതെ ബാൻഡേജ്, ഗോസ് പാഡ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് ബാൻഡേജ് ചുറ്റാം. അതല്ല എന്നുണ്ടെങ്കിൽ, അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് മുറിവിന്മേൽ കെട്ടി ഡയറക്റ്റ് പ്രഷർ കൊടുക്കാവുന്നതാണ്. ഇത് ബ്ലീഡിംഗ് കുറയ്ക്കാൻ സഹായിക്കും. If the wound is on arm or leg, raise the limb above the heart level to slow bleeding. അത് കൈക്കോ അല്ലെങ്കിൽ കാലിനോ ആണ് മുറിവ് സംഭവിക്കുന്നതെങ്കിൽ ആ ഭാഗം ഉയർത്തി വയ്ക്കുക, ഹാർട്ട് ലെവലിൽ നിന്നും ഉയർത്തി വെക്കേണ്ടതാണ്. ഇത് ബ്ലീഡിംഗ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഡു നോട്ട് അപ്ലൈ ടൂർണിക്കേറ്റ്. ടൂർണിക്കേറ്റ് പോലുള്ള സാധനങ്ങൾ ബ്ലീഡിംഗ് ഉള്ള ഭാഗങ്ങളിൽ ഉപയോഗിക്കരുത്. സാധാരണ നമ്മൾ ടൂർണിക്കേറ്റ് ഉപയോഗിക്കുന്നത് രക്തയോട്ടം സ്റ്റോപ്പ് ചെയ്ത് ആ ഏരിയയിലുള്ള വെയിൻസ് പ്രോമിനൻ്റ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോഴാണ് നമ്മൾ ടൂർണിക്കേറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ബ്ലീഡിംഗ് ഉള്ള ഭാഗങ്ങളിൽ ഈ ടൂർണിക്കേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലീഡിംഗ് ഒന്നുകൂടി കൂടാനാണ് സഹായിക്കുക. റിമൂവ് വിസിബിൾ ഫോറിൻ ബോഡി ഫ്രം ദ വൂണ്ട് ഇഫ് പോസിബിൾ. അതായത് മുറിവിൽ നിന്നും ഫോറിൻ ബോഡി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം മാറ്റുക. ഇഫ് ദ ഫോറിൻ ബോഡി ഈസ് ഡീപ്ലി എംബഡഡ് ഓർ ഇഫ് ഇറ്റ് ഈസ് എ ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്, ഡു നോട്ട് ട്രൈ ടു റിമൂവ് ഇറ്റ്. ഇനി മുറിവിൽ തറഞ്ഞിരിക്കുന്ന സാധനം വളരെ ആഴത്തിലുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഊരി മാറ്റാൻ ശ്രമിക്കരുത്. കാരണം അങ്ങനെ ഊരി മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ബ്ലീഡിങ് കൂടത്തേ ഉള്ളൂ. ജെന്റ്ലി ക്ലീൻ ദ വൂണ്ട് വിത്ത് സ്റ്റെറൈൽ വാട്ടർ ആൻഡ് അപ്ലൈ ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻറ്റ് ഇഫ് പോസിബിൾ. മുറിവ് നല്ലപോലെ വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മുറിവ് വെച്ച് കെട്ടാവുന്നതാണ്. കവർ ദ വൂണ്ട് ക്വിക്ക്ലി വിത്ത് സ്റ്റെറൈൽ ഓർ ക്ലീൻ ഡ്രസ്സിങ്. സ്റ്റെറൈൽ ബാൻഡേജോ അല്ലെങ്കിൽ ക്ലീൻ ക്ലോത്ത് ആയാലും മതി, അത് വെച്ച് കവർ ചെയ്യുക. ഡു നോട്ട് ടച്ച് ദ വൂണ്ട് വിത്ത് ബെയർ ഹാൻഡ്സ്. അതായത് നമ്മുടെ കൈകൾ കൊണ്ട് മുറിവ് ഒരിക്കലും ടച്ച് ചെയ്ത് കയ്യിലുള്ള മൈക്രോ ഓർഗാനിസംസും വൂണ്ടിലേക്ക് പകരാൻ സഹായിക്കുന്നു. അതുകൊണ്ട് അത് ചെയ്യരുത്. ഡു നോട്ട് ടച്ച് ദ വൂണ്ട് വിത്ത് ബെയർ ഹാൻഡ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഓഫ് കട്ട്സ് ആൻഡ് ബ്ലീഡിംഗ് ഉള്ളത്. ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല തുണി കൊണ്ട് കെട്ടിവെച്ചോ, അതല്ല എന്നുണ്ടെങ്കിൽ ബാൻഡേജ് ഉണ്ടെങ്കിൽ ബാൻഡേജ് വെച്ച് കെട്ടിവെച്ചോ ആദ്യം ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഫസ്റ്റ് എയ്ഡ് ഫോർ എപ്പിസ്റ്റേസിസ്. എപ്പിസ്റ്റേസിസ് മീൻസ് ബ്ലീഡിംഗ് ഫ്രം ദ നോസ്. മൂക്കിൽ നിന്നും ബ്ലീഡിംഗ് വരുന്നതിനെയാണ് എപ്പിസ്റ്റേസിസ് എന്ന് പറയുക. പല കാരണങ്ങൾ കൊണ്ടും എപ്പിസ്റ്റേസിസ് വരാം. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മൂക്കിനകത്ത് കൈയിടുന്ന ശീലമുണ്ട്, അല്ലെങ്കിൽ സാധനങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന ശീലമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് മൂക്കിനകത്ത് മുറിവുണ്ടായി അങ്ങനെ ബ്ലീഡിംഗ് വരാം. അതല്ലെങ്കിൽ കോൾഡ് ഉണ്ടാകുമ്പോഴോ സൈനസൈറ്റിസ് ഉണ്ടെങ്കിലോ ശക്തമായി മൂക്ക് ചീറ്റുമ്പോഴോ ഒക്കെ നമുക്ക് ഈ എപ്പിസ്റ്റേസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റീഅഷ്യൂർ ദ കാഷ്വാലിറ്റി. രോഗിയെ സമാധാനിപ്പിക്കുക. സെക്കൻഡ് വൺ, മേക്ക് ദ കാഷ്വാലിറ്റി സിറ്റ് ഡൗൺ, ഹെഡ് ടിൽറ്റഡ് സ്ലൈറ്റ്ലി ഫോർവേഡ്. രോഗിയെ ഇരുത്തിയതിന് ശേഷം തല മുമ്പോട്ട് കുനിക്കുക. ആസ്ക് ഹിം ടു ബ്രീത്ത് ത്രൂ ദ മൗത്ത്. വായിലൂടെ ശ്വാസം എടുക്കാൻ പറയുക.
പിഞ്ച് ദ സോഫ്റ്റ് പാർട്ട് ഓഫ് ദ നോസ് അറ്റ്ലീസ്റ്റ് 10 minutes. ഒരു 10 മിനിറ്റത്തേക്ക് നോസിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുക. Then fourth one, applied ice pack to forehead and root of the nose. നെറ്റിയിലും മൂക്കിലും ഐസ് പാക്ക് വയ്ക്കാവുന്നതാണ്. Fifth one, advise the casualty not to speak, swallow, cough, blow or spit. അമിതമായിട്ട് ബ്ലീഡിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രോഗിയോട് അധികം സംസാരിക്കരുതെന്ന് പറയുക, ഉമിനീര് വിഴുങ്ങരുത് എന്ന് പറയുക, ചുമയ്ക്കരുത്, ദെൻ ശക്തമായി മൂക്ക് ചീറ്റുകയോ തുപ്പുകയോ ചെയ്യരുതെന്ന് പറയുക. സെൻഡ് ദ കാഷ്വാലിറ്റി ടു ഹോസ്പിറ്റൽ. എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഫസ്റ്റ് എയ്ഡ് ഫോർ ബേൺസ്. പൊള്ളലേൽക്കുമ്പോൾ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. Burns are wounds caused by excessive exposure of the body to heat such as by flame, hot liquid, chemicals, electricity and radiation. തീയ്, ചൂടുവെള്ളം, കെമിക്കൽസ്, കറണ്ട്, റേഡിയേഷൻ എന്നിവ മൂലം ഉണ്ടാകുന്ന മുറിവിനെയാണ് പൊള്ളലെന്ന് പറയുക. കോസസ് ഓഫ് ബേൺസ്. ഇനി പൊള്ളലുണ്ടാകാൻ പല കാരണങ്ങളിലൂടെയും നമുക്ക് പൊള്ളലുണ്ടാകാം. ഫസ്റ്റ് വൺ, ഡ്രൈ ഹീറ്റ്, അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഫ്ലെയിം ഓർ ഹോട്ട് ലിക്വിഡ്. തീയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ. സെക്കൻഡ് വൺ, സ്കാൾസ് ആർ ബേൺസ് കോസ്ഡ് ബൈ മോയിസ്റ്റ് ഹീറ്റ് സച്ച് ആസ് സ്റ്റീം, ആവി അടിച്ചുകൊണ്ടുണ്ടാകുന്ന പൊള്ളൽ. തേർഡ് വൺ, കെമിക്കൽസ്, ദാറ്റ് ഈസ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് കൊണ്ടുണ്ടാകുന്ന ബേൺസ്. ഇലക്ട്രിസിറ്റി, കറണ്ട് അടിക്കുന്ന മൂലം ഉണ്ടാകുന്ന ബേൺസ്. റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന ബേൺസ്. ദീസ് ആർ ദ കോസസ് ഓഫ് ബേൺസ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ബേൺസ്. പലതരത്തിലുള്ള പൊള്ളലുണ്ട്. സൂപ്പർഫിഷ്യൽ എപ്പിഡെർമൽ ബേൺസ്, ഫസ്റ്റ് ഡിഗ്രി ബേൺസ്, സെക്കൻഡ് ഡിഗ്രി ബേൺസ് ആൻഡ് തേർഡ് ഡിഗ്രി ബേൺസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സൂപ്പർഫിഷ്യൽ എപ്പിഡെർമൽ ബേൺസ്. ഇറ്റ് ഈസ് എ സൂപ്പർഫിഷ്യൽ ബേൺ വെയർ എപ്പിഡെർമിസ് ഈസ് ഡാമേജ്ഡ്. The skin will be red, slightly swollen and painful and but not blistered. നമുക്കറിയാം സ്കിന്നിൻ്റെ ലെയേഴ്സ്, ഏറ്റവും പുറത്തെ ലെയറാണ്, ഔട്ടർമോസ്റ്റ് ലെയറാണ് എപ്പിഡെർമിസ്, അതിനുശേഷം ഡെർമിസ്, പിന്നെ സബ്ക്യൂട്ടേനിയസ്, മസിൽസ്, ബോൺസ്. ഈ രീതിയിലാണ് സ്കിന്നിൻ്റെ ലെയേഴ്സ്. ഇതിൽ ഏറ്റവും പുറത്തെ ലെയറായ എപ്പിഡെർമിസ് മാത്രമാണ് ഡാമേജ് ആവുന്നതെങ്കിൽ അതിനെ സൂപ്പർഫിഷ്യൽ എപ്പിഡെർമൽ ബേൺസ് എന്ന് പറയും. ഈ ബേൺസിൽ സ്കിൻ വിൽ ബി റെഡ്, സ്കിന്നിന് റെഡ് കളർ ആയിരിക്കും, ചെറുതായിട്ട് ഒരു നീരുണ്ടാവും, വേദനയുണ്ടാവും, ബട്ട് നോട്ട് ബ്ലിസ്റ്റേഡ്, പക്ഷെ കുമിള പോലെ പൊങ്ങി വരുന്നില്ല. ഇതാണ് സൂപ്പർഫിഷ്യൽ എപ്പിഡെർമൽ ബേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് വൺ, ഫസ്റ്റ് ഡിഗ്രി ബേൺസ് ഓർ സൂപ്പർഫിഷ്യൽ ഡെർമൽ ബേൺസ്. ഇറ്റ് ഈസ് എ സൂപ്പർഫിഷ്യൽ ബേൺസ് വെയർ എപ്പിഡെർമിസ് ആൻഡ് പാർട്ട് ഓഫ് ദ ഡെർമിസ് ആർ ഡാമേജ്ഡ്. സ്കിൻ വിൽ ബി പെയിൽ, pink and painful and there may be small blisters. അതായത് എപ്പിഡെർമിസിനും ഡെർമിസിൻ്റെ ഒരു ഭാഗത്തിനും നാശം സംഭവിക്കുന്നു. ഇവിടെ സ്കിന്നിന് പിങ്ക് കളറും വേദനയും ചെറിയ കുമിളകളും ഉണ്ടാകുന്നു. ഇനി തേർഡ് വൺ, സെക്കൻഡ് ഡിഗ്രി ബേൺസ് ഓർ ഡീപ് ഡെർമൽ ഓർ പാർഷ്യൽ തിക്നെസ്. ഹിയർ എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ് ആർ ഡാമേജ്ഡ്. Skin turns red, swollen, blistered and it may be very painful or painless. സെക്കൻഡ് ഡിഗ്രി ബേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ് ആർ ഡാമേജ്ഡ്. ബോത്ത് എപ്പിഡെർമിസും ഡെർമിസിൻ്റെ മുഴുവൻ ഭാഗവും ഡാമേജ് ആവുന്നു. സ്കിന്ന് നല്ല റെഡ് കളറ്, സ്വൊള്ളൻ തടിച്ചു വീർക്കുന്നു, ബ്ലിസ്റ്റേഡ് കുമിള പോലെ ഉണ്ടാവുന്നു. ആൻഡ് അത് ചിലപ്പോൾ പെയിൻഫുൾ ആകാം, ചിലപ്പോൾ പെയിൻ ഇല്ലാണ്ടും വരാം. നെക്സ്റ്റ്, third degree burns or full thickness burns. Here all the three layers of skin, that is epidermis, dermis, subcutaneous, are damaged. Skin often burned away will appear dry, white, brown or black with no blisters. തേർഡ് ഡിഗ്രി ബേൺസ് എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മുടെ 3 ലെയേഴ്സിനും നാശം സംഭവിക്കുന്നു. എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ക്യൂട്ടേനിയസ് 3 ലെയറും ഡാമേജ് ആവുന്നു, 3 ലെയറിനും പൊള്ളലേൽക്കുന്നു. അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു, വൈറ്റ് കളറോ ബ്രൗണോ ബ്ലാക്ക് കളറോ ഒക്കെ ആയി വരാം. ചിലപ്പം ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകാം, ചിലപ്പോൾ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകില്ല. ഇവിടെ ബ്ലിസ്റ്റേഴ്സ് സാധാരണ തേർഡ് ഡിഗ്രി ബേൺസിൽ സാധാരണ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകാൻ സാധ്യത ഇല്ല. Assessment of burns. Burns are measured as percentage of total body area affected. Rule of 9 is used for assessment of burns. സാധാരണ എത്ര പെർസെൻറ്റേജ് ആണ് പൊള്ളലേറ്റത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റൂൾ ഓഫ് 9 ആണ് ഉപയോഗിക്കുന്നത്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇപ്പോൾ ഹെഡിലാണ് ഇതിപ്പോൾ ബേൺസ് ഉണ്ടായതെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് പോർഷനിലാണെങ്കിൽ 9% എന്ന് നമുക്ക് പറയാം. ചെസ്റ്റ് പോർഷനിലാണെന്നുണ്ടെങ്കിൽ 18%. അതുപോലെ തന്നെ ബാക്ക് വശത്താണെന്നുണ്ടെങ്കിൽ 18%
9% രേഖപ്പെടുത്താം. കൈക്ക് ഓരോ കൈക്കും 9%, ഓരോ കാലിനും 18% വെച്ച് ചെയ്യാം. ദെൻ പെരിനിയൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ 1%. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റൂൾ ഓഫ് 9 യൂസ് ചെയ്യുന്നത്. ബേൺസ് എത്ര പെർസെൻറ്റേജ് ബേൺസ് ഉണ്ടായി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അസസ്മെൻറ്റ് ഓഫ് ബേൺസ് യൂസിങ് റൂൾ ഓഫ് 9. തിങ്സ് ദാറ്റ് ഷുഡ് നോട്ട് ബി ഡൺ ഫോർ ബേൺസ്. ബേൺസ് വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഡു നോട്ട് അപ്ലൈ ഓയിൻമെൻറ്റ്, ബട്ടർ, ഐസ്, മെഡിസിൻസ്, ക്രീം, ഓയിൽ സ്പ്രേ ഓർ എനി ഹൗസ് ഹോൾഡ് റെമഡി. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു തരത്തിലുള്ള ഓയിൻമെൻറ്റും അല്ലെങ്കിൽ ബട്ടറോ ഐസോ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ മെഡിസിൻസോ ക്രീമോ ഓയിലോ ഒന്നും ഉപയോഗിക്കരുത്. ഡു നോട്ട് ഡിസ്റ്റർബ് ബ്ലിസ്റ്റേർഡ് ഓർ ഡെഡ് സ്കിൻ. കുമിളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുമിളകൾ പൊട്ടിക്കാൻ ശ്രമിക്കരുത്. ഡു നോട്ട് റിമൂവ് ക്ലോത്തിങ് ദാറ്റ് ഈസ് സ്റ്റക്ക് ടു ദ സ്കിൻ. പൊള്ളലേറ്റ ഭാഗത്തിനോട് ചേർന്നിരിക്കുന്ന ക്ലോത്ത് ആണെങ്കിൽ അത് വലിച്ചു ഊരാൻ ശ്രമിക്കരുത്. ഡു നോട്ട് ഗീവ് ദ പേഴ്സൺ എനിത്തിങ് ബൈ മൗത്ത് ഇഫ് ദർ ഈസ് സിവിയർ ബേൺസ്. ഗുരുതര പൊള്ളലാണെങ്കിൽ വായിലൂടെ ഒന്നും ആഹാരം കഴിക്കാൻ കൊടുക്കരുത്. ഡു നോട്ട് പ്ലേസ് എ സിവിയർ ബേൺ ഇൻ കോൾഡ് വാട്ടർ, ദിസ് ക്യാൻ കോസ് ഷോക്ക്. തണുത്ത വെള്ളത്തിൽ, വളരെ തണുപ്പുള്ള വെള്ളത്തിൽ ഈ പരിക്കേറ്റ ഭാഗം ഒരിക്കലും മുക്കി വയ്ക്കരുത്, കാരണം അത് കൂടുതൽ ഷോക്ക് സ്റ്റേജിലേക്ക് പോകും. ഡു നോട്ട് പ്ലേസ് എ പില്ലോ അണ്ടർ ദ പേഴ്സൺസ് ഹെഡ് ഇഫ് ദർ ഈസ് ആൻ എയർവേ ബേൺസ്. എയർവേ ബേൺസ് സംശയം ഉണ്ടെങ്കിൽ, അതായത് ഹെഡ് ആൻഡ് നെക്ക് പോർഷനിൽ ബേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തലയുടെ അടിയിൽ പില്ലോ വെച്ച് കൊടുക്കരുത്. ഇത് ഒന്നുകൂടി എയർവേസ്, ട്രക്കിയ ബ്രോങ്കെ പോർഷൻ ഒന്നുകൂടി ക്ലോസ് ആകാനേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് പില്ലോ ഹെഡിനടിയിൽ വെക്കരുത്. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഷുഡ് നോട്ട് ബി ഡൺ ഫോർ ദ ബേൺസ്. നെക്സ്റ്റ്, ഫസ്റ്റ് എയ്ഡ് ഓഫ് ബേൺസ്. ഇനി പൊള്ളലേറ്റാൽ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ദ പേഴ്സൺ എവേ ഫ്രം ദ ഹീറ്റ് സോഴ്സ്. പൊള്ളലേറ്റ സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് രോഗിയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക. Second one, gently cool the burn part with cool or lukewarm running water for 20 minutes. പൊള്ളലേറ്റ ഭാഗം സാധാരണ വെള്ളത്തിൽ 20 മിനിറ്റ് കാണിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. റിമൂവ് റിങ്സ്, ബ്രേസ്ലെറ്റ് ഓർ എനി ജുവലറി ഇഫ് പോസിബിൾ. കഴിയുമെങ്കിൽ മോതിരം, ബ്രേസ്ലെറ്റ്, ഏതെങ്കിലും തരത്തിലുള്ള ആഭരണം ഇവയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഊരി മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാറ്റുക. കാരണം ഇതിന് ശേഷം നീര് വരാനുള്ള പൊള്ളലേറ്റ ഭാഗം നീര് വന്ന് വീർക്കും. ആ സമയത്ത് പിന്നെ മോതിരം ഒക്കെ ഉണ്ടെന്നെങ്കിൽ ഊരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ അത് ഊരാൻ പറ്റുകയാണെങ്കിൽ മാറ്റുക. ഡോണ്ട് റിമൂവ് എനിത്തിങ് ദാറ്റ് സ്റ്റക്ക് ടു ദ സ്കിൻ. സ്കിന്നിനോട് പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മാറ്റാൻ ശ്രമിക്കരുത്. കവർ ദ ബേൺഡ് പാർട്ട് വിത്ത് സ്റ്റെറൈൽ നോൺ അഡ്ഹീസീവ് ബാൻഡേജ് ഓർ ക്ലീൻ ക്ലോത്ത്. പൊള്ളലേറ്റ ഭാഗം സ്റ്റെറൈലായിട്ടുള്ള ബാൻഡേജ് കൊണ്ടോ അതല്ലെങ്കിൽ ക്ലീൻ ക്ലോത്ത് കൊണ്ടോ കവർ ചെയ്യാൻ ശ്രമിക്കാം. എലിവേറ്റ് ദ ബേൺഡ് ഏരിയ എബവ് ദ ഹാർട്ട് ലെവൽ. അത് പൊള്ളലേറ്റ ഭാഗം പൊക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഡു നോട്ട് ബ്രേക്ക് ദ ബ്ലിസ്റ്റേഴ്സ്. ഒരു കാരണവശാലും കുമിളകൾ കുത്തിപ്പൊട്ടിക്കരുത്. യൂസ് മെഡിക്കേഷൻസ് ടു ട്രീറ്റ് പെയിൻ. അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മെഡിസിൻസ് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റ് ടു ഹോസ്പിറ്റൽ ഇൻ കേസ് ഓഫ് സിവിയർ ബേൺസ്. ഗുരുതര പൊള്ളലാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ബേൺസ് ഓഫ് എയർവേസ്, അതായത് ബേൺസ് ഓൺ ഹെഡ്, നെക്ക്, ഐബ്രോസ്, കഫിങ് ആൻഡ് ബ്രീതിങ് ഡിഫിക്കൽറ്റി. എയർവേസിൽ ബേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. എയർവേസ് എന്ന് പറയുമ്പോൾ ഹെഡ് ആൻഡ് നെക്ക് പോർഷനിൽ പിരുക ഭാഗത്ത്, അതോടൊപ്പം തന്നെ ചുമയും ശ്വാസമുട്ടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർവേസിൽ പൊള്ളലേറ്റു എന്ന് മനസ്സിലാക്കാം. റിമൂവ് ദ പേഷ്യൻറ്റ് ടു ആൻ ഓപ്പൺ ആൻഡ് സേഫ് ഏരിയ. രോഗിയെ സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പോർ റണ്ണിങ് വാട്ടർ ഓവർ ദ ബേൺ ഫോർ 20 മിനിറ്റ്സ്. പൊള്ളലേറ്റ ഭാഗത്ത് 20 മിനിറ്റ് നേരത്തേക്ക് റണ്ണിങ് വാട്ടറിൽ കാണിക്കുക. ഇഫ് ദർ ഈസ് ബ്രീതിങ് ഡിഫിക്കൽറ്റി എലിവേറ്റ് ഹെഡ് ആൻഡ് ചെസ്റ്റ്. ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തലയും നെഞ്ചിൻ്റെ ഭാഗവും പൊക്കി വയ്ക്കുക. റിമൂവ് കൺസ്ട്രിക്റ്റഡ് ക്ലോത്തിങ്സ്. ഇറുകി പിടിച്ച വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. പ്രൊവൈഡ് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ മെഷേഴ്സ് ഇഫ് പേഷ്യൻ്റ് ഈസ് അൺകോൺഷ്യസ്. രോഗി അബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്രീതിങ്ങും പൾസും ഒന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നാൽ കൃത്രിമ ശ്വാസവും ചെസ്റ്റ് കംപ്രഷൻസും നൽകുക എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ടു ഹോസ്പിറ്റൽ. എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാവുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് ഓഫ് കെമിക്കൽ ബേൺസ്.
അതായത് കെമിക്കൽസ് കൊണ്ടുണ്ടാകുന്ന പൊള്ളലാണെങ്കിൽ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ആസിഡ്, ആൽക്കലി ഓർ പെട്രോളിയം പ്രോഡക്ട്സ് കൊണ്ടുണ്ടാകുന്ന പൊള്ളലേക്കുമ്പോൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ്. ക്വിക്ക്ലി റിമൂവ് ക്ലോത്തിങ്സ് കണ്ടാമിനേറ്റഡ് വിത്ത് കെമിക്കൽസ്. കെമിക്കൽസുമായി കോണ്ടാക്റ്റ് വന്ന വസ്ത്രങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക. ഇഫ് കെമിക്കൽ ഈസ് എ പൗഡർ, ബ്രഷ് ഇറ്റ് ഓഫ് ബിഫോർ ഫ്ലഷിംഗ് വിത്ത് വാട്ടർ. പൗഡർ ഫോമിലുള്ള കെമിക്കലാണ് വീണതെങ്കിൽ അത് ബ്രഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പൊള്ളലേറ്റ ഭാഗം കഴുകുക. കൂൾ ദ ഇഞ്ചുറി ബൈ പോറിംഗ് റണ്ണിംഗ് വാട്ടർ ഫോർ 20 minutes. ഒഴുകുന്ന ജലത്തിനടിയിൽ പൊള്ളലേറ്റ ഭാഗം 20 മിനിറ്റ് വയ്ക്കുക. ഇഫ് ദ കെമിക്കൽ സൊല്യൂഷൻ സ്പ്ലാഷ്ഡ് ഇൻ ടു ഐസ്, കണ്ടിന്യൂ ഐ ഇറിഗേഷൻ ഫോർ റിമൂവിംഗ് ദ കെമിക്കൽസ് ഫ്രം ദ ഐസ്. കെമിക്കൽസ് കണ്ണിലേക്ക് വീണാൽ ഐ ഇറിഗേഷൻ ചെയ്യാവുന്നതാണ്. അത് വെള്ളം സ്റ്റെറൈൽ വാട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നോർമൽ സലൈൻ ഉപയോഗിച്ചോ ഐ ഇറിഗേഷൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ബേൺസ്. ഇനി കറണ്ട് കൊണ്ടുണ്ടാകുന്ന പൊള്ളലാണെങ്കിൽ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോണ്ട് ടച്ച് ദ ഇഞ്ചേർഡ് പേഴ്സൺ ഇഫ് ഹീ ഈസ് സ്റ്റിൽ ഇൻ കോണ്ടാക്ട് വിത്ത് ഇലക്ട്രിക് കറണ്ട്. കറണ്ടുമായി കോണ്ടാക്റ്റിലാണെങ്കിൽ രോഗിയെ തൊടരുത്. ടേൺ ഓഫ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇഫ് പോസിബിൾ or move the person from electrical contact using dry non-conducting objects made of cardboard, plastic or wood. കറണ്ടിൻ്റെ സ്രോതസ് ഓഫ് ചെയ്യുക. കാർഡ്ബോർഡോ പ്ലാസ്റ്റിക്കോ തടിക്കഷ്ണമോ ഉപയോഗിച്ച് രോഗിയെ കറണ്ടുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ നിന്നും മാറ്റുക. ബിഗിൻ കാർഡിയോപൾമണറി റിസസിറ്റേഷൻ മെഷേഴ്സ് ഇഫ് ദർ ഈസ് നോ ബ്രീത്തിങ് ആൻഡ് പൾസ്. രോഗിക്ക് ബ്രീത്തിങ്ങും പൾസും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാർഡിയോപൾമണറി റിസസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ചെസ്റ്റ് കംപ്രഷൻസും കൃത്രിമ ശ്വാസവും നൽകുക. കവർ ദ ബേൺഡ് ഏരിയ യൂസിങ് സ്റ്റെറൈൽ ബാൻഡേജ് ഓർ ക്ലീൻ ക്ലോത്ത്. പൊള്ളലേറ്റ ഭാഗം സ്റ്റെറൈൽ ബാൻഡേജ് ഉപയോഗിച്ചോ ക്ലീൻ ക്ലോത്ത് ഉപയോഗിച്ചോ കവർ ചെയ്യേണ്ടതാണ്. ട്രാൻസ്ഫർ ദ പേഷ്യൻ്റ് ടു ഹോസ്പിറ്റൽ. എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു അസൈൻമെൻ്റ് ആണ്. പ്രിപ്പയർ എ ചാർട്ട് ഓൺ ക്വാളിറ്റീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡർ ആൻഡ് ഗോൾഡൻ റൂൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഈ അസൈൻമെൻറ്റ് നിങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഡിഫൈൻ ഫസ്റ്റ് എയ്ഡ് ആൻഡ് റൈറ്റ് ഡൗൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. Second one, list out the items in a first aid box. Third question, what are the different types of burns? How will you assess the percentage of burns and explain the first aid of burns? Then, explain the first aid of bleeding from the wounds and epistasis. Last question, write down the first aid of fever and asthma. 3 questions നല്ല ഭംഗിയായിട്ട് പഠിക്കുക. Okay, thank you.